അളവ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് കാലുകൊണ്ടൊന്ന് ആ ചവിട്ട് അതിൽ വരണ്ട, വെറുതെ കാലം അവിടെ വന്നാൽ മതി. ആ പെഡലിൽ നോക്കണ്ട, അതേല് ബ്രേക്കിലേക്ക് ഒന്ന് വന്നേ, പ്രസ് ചെയ്തേ, കണ്ടാ വിടരുത്, പ്രസ് ചെയ്തോ. ഓക്കെ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് കാലം കൊണ്ടുപോയിക്കോ, അത്രേ ഉള്ളൂ. ബ്രേക്കിലേക്ക് വന്നേ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് കൊണ്ടുപോയിക്കോ, പ്രസ് ചെയ്യണ്ട, ഇപ്പോഴും ചവിട്ടി താഴ്ത്തുക ചെയ്തേ. ബ്രേക്കിലേക്ക് വന്നേ, പ്രസ് ചെയ്തേ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് കൊണ്ടുപോയിക്കോ. കിട്ടിയാ? ഉറപ്പാണോ? ഇത് നോക്കി, 3 ഗിയറായി വണ്ടിക്കുള്ളത്. അതെ, ഒന്ന് റിവേഴ്സ്, ഒന്ന് ന്യൂട്രൽ, ഒന്ന് ഡ്രൈവ്. അതാണ് എ എന്ന് എഴുതിയിരിക്കുന്നത്, മുന്നിലേക്ക് പോവാൻ. എം അല്ല, എം വേറെയാ. ഓട്ടോമാറ്റിക് എന്നുള്ളതിനാ എ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ന്യൂട്രല്, ഇത് ന്യൂട്രലും ഇത് റിവേഴ്സും ഇത് മുന്നോട്ടും. അതെ, ഓക്കെയാണ്. ഇതാണ് സെലക്ടർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗിയർ ചൂസ് ചെയ്യുന്നത്. നമുക്ക് പുറകോട്ട് പോകാനാണെങ്കിൽ ഗിയർ ഈ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഇല്ല, അതിന് പകരമാ. നമുക്ക് പുറകോട്ടാണ് പോകണ്ടെങ്കിൽ ന്യൂട്രലിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്, കണ്ടാ, എന്നിന് നേർക്ക്. ഇതൊന്ന് മുന്നിലേക്ക് തള്ളിയ റിവേഴ്സ് ഗിയറായി. ഇപ്പൊ തിരിച്ച് നടുക്ക് വന്നാ ഗിയർ ഒന്നുമില്ല, പുറകിലേക്ക് വന്നാ മുന്നിലേക്ക് ഓടാനുള്ള ഗിയറായി. എ എന്ന് പറഞ്ഞ മോഡിൽ വന്നാ മുന്നോട്ട് ഓടാനുള്ള ഗിയറായി. നമുക്ക് നീങ്ങണ്ടെന്ന് തോന്നിയ ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കണം. ഓക്കെയാണ്. ഇതിൽ ഏത് ഗിയർ ചൂസ് ചെയ്യണമെങ്കിലും ബ്രേക്ക് പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഗിയർ ഇടാൻ പറ്റൂ. അതെ, ഓട്ടോമാറ്റിക് വണ്ടിയെ സംബന്ധിച്ച് മാം തന്നെ എന്നോട് പറഞ്ഞു. എന്തുവാ പറഞ്ഞത്? ബ്രേക്കാണ് അതിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞു. ശരിയല്ലേ? ബ്രേക്കാണ് അതിന്റെ കൺട്രോൾ. ബ്രേക്ക് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും ഒരു ഗിയറിലേക്ക് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ബ്രേക്ക് വേണം. ബ്രേക്ക് ഒന്ന് കാലെടുത്തേ, എന്നിട്ട് വെറുതെ ആ താക്കോലെല്ലാം തിരിച്ചു നോക്കിയേ. ഒന്നുകൂടെ തിരി, ഇനി ഒന്ന് തിരിച്ചു നോക്കിയേ. മുന്നോട്ട് പോകുന്നില്ല, തിരിക്ക്. കണ്ടാ, ഒരു ഒച്ച കേൾക്കുന്ന കേട്ടാ, സ്റ്റാർട്ട് ആവില്ല, കൈ വിട്ടേക്ക്. ഓക്കെ ആണോ? തിരിച്ചു കൊണ്ടുവരണോ? വേണ്ട, അങ്ങനെ തന്നെ വെച്ചു. ബ്രേക്കെല്ലാം ഒന്ന് പ്രസ് ചെയ്തേ, മുന്നോട്ട് തിരിച്ച്, ഇനി ഒന്നുകൂടെ തിരിച്ച് തിരിക്ക്. ബ്രേക്ക് പ്രസ് ചെയ്തിട്ടില്ല, കണ്ടാ, കൈ വിട്ടേക്ക്, താക്കോലെന്ന് വിട്ടേക്ക്. ഇപ്പൊ വണ്ടി സ്റ്റാർട്ടായി. ഇപ്പൊ ശരിയാക്കി തരാം. താക്കോൽ ഓഫി, പുറകോട്ട് ഓഫി, ഒന്നുകൂടെ ഓഫി, അട്ട ദൂരി എടുത്തു. ഇപ്പൊ താക്കോല് കയ്യില്ല, ആ കീ ഹോളിലേക്ക് ഒന്ന് ഇട്ടേ താക്കോല്. പതുക്കെ മതി ഇട്ടാ. ഒരു തവണ ഒന്ന് മുന്നോട്ട് തിരിച്ച് മതി. ഒരു തവണ തിരിച്ചാ ഈ മ്യൂസിക് പ്ലെയർ ഓൺ ആവും, പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി. മ്യൂസിക് പ്ലെയർ ഓൺ ആവും, ഇത് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി. ഈ കാറിന്റെ ചാർജർ ഓൺ ആവും, അതായത് മൊബൈലിലേക്കൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ മാം ഒന്ന് ഓഫ് ചെയ്ത ഒന്നുകൂടെ പുറകോട്ട്. ഞാൻ എന്റെ മൊബൈൽ കുത്തിയിട്ടിട്ടുണ്ട് ഇതിനകത്ത്. മാം ഒരു തവണ ആ കീലം തിരിച്ച് ഇതിലേക്ക് ചാർജ് ഇപ്പൊ കയറും, കണ്ടാ, ചാർജ് കയറാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു പോയിന്റ് ഉപയോഗിക്കാൻ പറ്റും, കറണ്ട്. അതായത് മൊബൈൽ പോലുള്ള കാര്യങ്ങൾ ചാർജ് ചെയ്യാനും നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ നമുക്ക് മ്യൂസിക് പ്ലെയർ ഉപയോഗിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ആ തിരി. ഓക്കെ, ഒന്നുകൂടെ തിരിച്ചാൽ ഇതിനകത്ത് കുറേ ലൈറ്റുകൾ തെളിയും. ഒന്നുകൂടെ തിരിച്ച താക്കോലയിൽ കണ്ടാ, ഒരുപാട് ലൈറ്റുകൾ തെളിഞ്ഞാണ്ട് അതിനകത്ത്. ഒന്നും വേണ്ട, ഇതിപ്പോ വണ്ടി സ്റ്റാർട്ടിങ്ങിന് റെഡിയാണ് എന്ന് മാമിനെ അറിയിച്ചിരിക്കുക. ഓക്കെ, ഈ ഓരോ ലൈറ്റുകൾക്കും ഓരോ അർത്ഥമുണ്ട്. ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല, അത് പറഞ്ഞാൽ മാമിന് ടെൻഷൻ ആവാൻ തുടങ്ങും. അപ്പൊ മാം ഇത്ര അറിഞ്ഞാൽ മതി. മാം ആദ്യം താക്കോലെ തിരിച്ചാൽ ഈ മ്യൂസിക് പ്ലെയർ ഉപയോഗിക്കാൻ പറ്റും, ചാർജിങ് പോർട്ടും ഉപയോഗിക്കാൻ പറ്റും. ഒന്നുകൂടെ തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിന് വേണ്ടി റെഡിയാവും. ഓക്കെ ആണ്. ഇനി മാം ബ്രേക്കും പ്രസ് ചെയ്തുകൊണ്ട് തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവും. ഓക്കെ ആണ്. ഇപ്പൊ 2 പ്രാവശ്യം നമ്മൾ തിരിച്ച് താക്കോലിട്ടിട്ട് മൂന്നാമത്തെ തിരിക്ക് ബ്രേക്കും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ബ്രേക്ക് ഇല്ലാതെ മാം ഒന്ന് തിരിച്ചു നോക്കിയ താക്കോലയില് കേട്ടാ, വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഓക്കെ, ഇനി ബ്രേക്ക് പ്രസ് ചെയ്തിട്ടൊന്ന് തിരിച്ചു നോക്കിയേ. കണ്ടാ, കൈ വിട്ടേക്ക്. എപ്പോ സ്റ്റാർട്ടായോ അപ്പൊ കൈ വിട്ടേക്കണം താക്കോലേ. റിട്ടേൺ വന്നോളൂ. പിടികിട്ടിയാ? മൂന്നാമത്തെ തിരി എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ് ആക്ഷൻ പോലെയാ. വണ്ടി സ്റ്റാർട്ട് ആവുമ്പോ കൈ വിട്ടേക്കണം. കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്രേക്കിന്ന് കാല് പൊക്കാമോ? ഞാനൊന്നും എടുത്തു നോക്കിയ കാല്. അതിനാണ് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, പാർക്കിംഗ് ബ്രേക്ക് എന്നാ ഇതിന് പറയുന്നത്.
ഇതിന്റെയാണ് ദേ ഇവിടെ ഒരു ചുവന്ന ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിവിടെ ഒരു വട്ടത്തില് വട്ടത്തില്. ഓക്കേ. പാർക്കിംഗ് ബ്രേക്കിലാണ് ഇപ്പൊ ഈ വണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ താഴോട്ട് അല്ല, മേളിലേക്കാണ്. ഇതിപ്പോ ഓണാണ്. ഇത് ഓണായത് കൊണ്ടാണ് ഈ വണ്ടി ഉരുളാതെ മാമിന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പറ്റിയത്. ഈ ബ്രേക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ വണ്ടി നിരപ്പിലല്ല കിടക്കുന്നെങ്കിൽ ഉരുണ്ടേനെ. അപ്പൊ ഈ പാർക്കിംഗ് ബ്രേക്ക് ഇത് നേരത്തെ തന്നെ ഇങ്ങനെ അല്ല, ഞാൻ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയല്ലേ ഇത്. ഞാൻ ഈ വണ്ടി ഇവിടെ നിർത്തിയപ്പം പാർക്കിംഗ് ബ്രേക്ക് ഓണാക്കി ഇട്ടതാണ്. അങ്ങനെ ഡ്രൈവറിന് പുറത്തിറങ്ങണമെങ്കിൽ ഈ പാർക്കിംഗ് ബ്രേക്ക് ഓണാക്കണം, മേളിലേക്ക് വരുത്തണം. മാമ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്താ ഞാൻ ഇത് ഓഫ് ആക്കുകയാണ് താഴേക്ക്. കണ്ട ആ ലൈറ്റ് കെട്ടോന്ന് നോക്കിയേ, കെട്ടുപോയി. ഇനി മാം ബ്രേക്ക് എന്നൊന്ന് കാലെടുത്ത് നോക്കിയേ. നിരപ്പിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ വണ്ടി അനങ്ങാത്തത്. എങ്ങോട്ടെങ്കിലും ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഉരുളും. പിടികിട്ടുന്നുണ്ടോ? കാലെടുത്താൽ എങ്ങനെയാണെങ്കിലും പാർക്കിംഗ് ബ്രേക്ക് ഇല്ലെങ്കിൽ ഈ വണ്ടി നിരപ്പായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഉരുളും. എപ്പോഴും പാർക്കിംഗ് ബ്രേക്കിൽ വേണം വണ്ടി നിർത്തിയിടാൻ. ഓക്കെയാണോ? ഇത് ഓണാക്കാൻ വെറുതെ ഉയർത്തിയാൽ മതി. ഓഫ് ചെയ്യാൻ ഒന്ന് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യണം, എന്നിട്ട് താഴേക്ക് ആക്കണം. മാം ഒന്ന് ഓണാക്കി നോക്കാം. വേണ്ട, വെറുതെ ഒന്ന് പൊക്കി നോക്ക്. പ്രസ് ചെയ്യണ്ട, വെറുതെ ഉയർത്തിയാൽ മതി. കണ്ടാ പാർക്കിംഗ് ബ്രേക്ക് ഓണായി. അതൊന്ന് ഓഫ് ചെയ്ത് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യും. കണ്ടാ ചെയ്തു നോക്കും. ഒന്നല്ല മാം, എത്ര തവണ വേണേലും ചെയ്തു നോക്കും. ഇത് ഇപ്പൊ ഓണായപ്പോ എനിക്ക് സിഗ്നൽ വന്നു. ഞാൻ ഇച്ചിരി പൊക്കിയിട്ടില്ല. കണ്ടാ വണ്ടിന്ന് പുറത്തിറങ്ങുകയോ വണ്ടി നിർത്തുകയോ ചെയ്താ ഈ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആക്കിക്കോണം. കാരണം അറിയാതെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി മൂവ് ചെയ്യരുത്. മാം പറഞ്ഞ പോലെ തന്നെ മാം എന്നോട് ആദ്യമേ പറഞ്ഞതാ ഈ വണ്ടിയുടെ കൺട്രോൾ ബ്രേക്കാണെന്ന് പറയും. ആ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത വണ്ടി ഉരുളാതിരിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെയാണോ? മാമിന് എപ്പം മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു അപ്പം മാത്രമാണ് ഇത് ഓഫ് ചെയ്യേണ്ടത്. പേരെന്താ? എന്റെ പേര് ശംഭു. ഞാൻ ശംഭു എന്ന് വിളിച്ചാൽ എന്ത് വേണേലും വിളി, അതിനെന്താ? ചേട്ടാന്ന് വിളിക്കണം. എനിക്ക് അമ്മയുടെ പ്രായം ഉണ്ട്, അതുകൊണ്ട് ഞാൻ അമ്മയെന്ന് വിളിച്ച അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പം അത്രേ ഉള്ളൂ. എന്നെ മമ്മൂട്ടി വിളിച്ചാൽ മതി ചേട്ടാ. പുള്ളി ഇച്ചിരി പ്രായമുള്ള ആളാ നമ്മളെക്കാളും. അതുകൊണ്ട് മമ്മൂട്ടി വിളിച്ചു. എനിക്ക് 60 വയസ്സുണ്ട്. പുള്ളിക്ക് 75 വയസ്സ്. 72 വയസ്സുണ്ട് എനിക്ക്. 72 അല്ലേ? ഉണ്ട്. പ്ലാസ്റ്റിക് സർജറിയാ, മൊത്തം പ്ലാസ്റ്റിക് സർജറിയാ. പുള്ളി ചെറുപ്പമാകാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഭക്ഷണം അതല്ല, ചായ കുടിച്ചാ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ. ചായ കുടിച്ചാ ഇല്ല. അമ്മ കൊണ്ടുവന്ന് എന്തോ കഴിച്ചത് പുള്ളി? ഡ്രൈ ഫ്രൂട്ട്സ്. അതേ കഴിക്കത്തു. രാവിലെ ഡ്രൈ ഫ്രൂട്ട്സ്, ഉച്ചയ്ക്ക് ഒരു ഓട്സ് ഇച്ചിരി ഒരു സ്പൂണിൽ വല്ലോ, അത്രേ. അയാൾ ഡയറ്റൊക്കെ നോക്കുന്നൊരു മനുഷ്യനാണ്. ഇനിതേ സർവശക്തൻ എപ്പോഴാ ടൈം നിശ്ചയിച്ചിരിക്കുന്ന അന്നേരം പുള്ളിക്ക് അതൊന്നും അങ്ങനെയുള്ള ഒരാളല്ല. എന്നിട്ട് നമുക്ക് അവസാനം മരിക്കാൻ നേരത്ത് ഒന്നും അനുഭവിക്കാതെ അങ്ങ് പോകുന്ന വലിയൊരു സങ്കടം കേട്ടോ. കഷ്ടപ്പെട്ടിട്ട് പുള്ളി ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യക്തമായിട്ട് പോകുന്നൊരു മനുഷ്യൻ. എന്റെ ഹസ്ബൻഡ് ഒത്തിരി നോക്കുമായിരുന്നു. എല്ലാം മേളിലുള്ളവന്റെ കയ്യിലല്ലേ, നമ്മുടെ ഷുഗർ ഇല്ലായിരുന്നു, പ്രഷർ ഇല്ലായിരുന്നു, കൊളസ്ട്രോൾ ഇല്ലായിരുന്നു. വേറെ കാര്യമുണ്ട്, കഴിഞ്ഞ ആഴ്ചയില്ലേ, പക്ഷേ സമയം ദൈവത്തിന്റെ സമയമായിട്ടും കഴിഞ്ഞ ആഴ്ച ഇതേപോലെ വന്ന് ആള് പൊക്കാനായിട്ട് തന്നെ ഞാൻ മുങ്ങിക്കളഞ്ഞു. ആ സമയത്ത് ചോദിച്ചു നോക്ക്, പൊക്കളഞ്ഞ് പുള്ളി അപ്പുറത്ത് ആള് മാറി അപ്പുറത്തുനിന്ന് ചേച്ചീനെ പിടിച്ചോണ്ട് പോയി. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ വണ്ടി സ്റ്റാർട്ടാണ്, എനിക്ക് ഈ വണ്ടി മുന്നോട്ട് ഓടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാന് ബ്രേക്കില് കാല് വെച്ചിട്ട് ഞാൻ എന്റെ ഒരു അറിയത്തില്ല അതിനാ ഞാൻ ചോദിച്ചത്. വെച്ചിട്ട് ഞാന് ഇത് സ്റ്റാർട്ടായല്ലോ, ബ്രേക്കിൽ കാല് വെച്ചത് ഞാൻ റെഡി ആയിട്ട് പെതുക്കെ ആക്സിലറേറ്ററിലോട്ട് പെതുക്കെ കാല് പോരാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ വണ്ടി ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന നോക്കിയാൽ എന്നെന്ന്, അതിനർത്ഥം എന്തുവാ? മാറ്റണം, വണ്ടി ന്യൂട്രലാണ്. മാറ്റിയിട്ട് ആന്റി മാമിന് എങ്ങോട്ടാണോ പോകേണ്ടത് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, മുന്നോട്ടാണോ പുറകോട്ടാണോ നോക്കണം. ഇത് പാർക്കിങ്ങിലും സ്റ്റാർട്ടിങ്ങിലും മാത്രം ഇത് ചെയ്താൽ മതി, അതേ ഉള്ള ആക്ഷൻ. ഇതില്ല. ഓക്കെ, ഇത് പാർക്കിംഗ് മോഡ്, ന്യൂട്രല്, ആന്റീരിയർ. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പൊ ഇത് സ്റ്റാർട്ടാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ ന്യൂട്രലിന്ന് മാറ്റിയിട്ടാണോ ആക്സിലറേറ്റർ വെക്കേണ്ടത്? അതെ, ന്യൂട്രലിന്ന്. ആക്സിലേറ്ററിന് അവിടെ പ്രിഫറൻസ് ഇല്ല. മാം തന്നെ എന്നോട് പറഞ്ഞില്ല ആക്സിലേറ്റർ എന്തിനാന്നാ എന്നോട് പറഞ്ഞത്.
സ്പീഡിന് വേണ്ടി അപ്പൊ അത് സ്പീഡ് ആവശ്യമുള്ളപ്പോ മാത്രമാണ് വേണ്ടത്. മതി, അല്ലാതെ സ്റ്റാർട്ടിങ്ങിന് ആവശ്യമില്ല. അപ്പൊ ഉരുണ്ട് മുന്നോട്ട് പോണ്ടേ. അതിന് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോ തൊട്ട് വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. മാമിന് എങ്ങോട്ടാണോ പോകേണ്ടത് അത് മാത്രം ചൂസ് ചെയ്താൽ മതി. മുന്നോട്ട് പോണോ പുറകോട്ട് പോണോ തീരുമാനിച്ചാൽ മതി. അപ്പൊ ഞാന് ഇതേല് ഒന്ന് ചെറിയ കാലമർത്തിയിട്ട് പ്രസ് ചെയ്യും, നന്നായിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ഇതിനെ ഏത് ഗിയർ വേണോ അതിലേക്ക് ആക്കി ആന്റീരിയർ ആക്കി. ഓട്ടോ മോഡെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റണം. ഇല്ല ഇല്ല, നേരെ അങ്ങ് ചെയ്താൽ മതി അല്ലേ. അവിടെ ഒന്നൊന്ന് ഗിയർ വന്ന കണ്ട, ഗിയർ ഒന്നും ഇപ്പൊ ഒന്നാമത്തെ ഗിയർ ആയി. ഇപ്പൊ ഈ മറ്റേ വണ്ടിക്ക് മല കയറാന് ഇറക്കം ഇറങ്ങാനും ഒക്കെ ഗിയർ മാറ്റും. അതെല്ലാം ഓട്ടോമാറ്റിക്കലി മാറിക്കോളും, വണ്ടി സ്വയം മാറിക്കോളും. കാരണം ഞാൻ കുറെ നിങ്ങളുടെ റീഹാന്റെ തന്നെ റീൽസ് 2-3 ദിവസമായിട്ടിരുന്ന് കാണുന്നുണ്ട്. അപ്പൊ കൂടുതലും ഓട്ടോമാറ്റിക് അല്ല, മറ്റേതാ നിങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഞാൻ അത് കുറെ കേട്ടാ. ഇതിന് നമ്മള് വേഗത കൊടുക്കുന്നതനുസരിച്ച് അടുത്തടുത്ത ഗിയർ വന്നോളും തന്നെ തന്നെ, നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെയാണ്. ഇപ്പൊ വണ്ടി മുന്നോട്ട് പോകാനുള്ള ഗിയറിലാണ് കിടക്കുന്നത്. ഞാൻ ബ്രേക്കിലെന്റെ കാലം, അതുകൊണ്ടാണ് ഈ വണ്ടി നീങ്ങാത്തത്. ബ്രേക്ക് ലൂസ് ചെയ്താൽ ഈ വണ്ടി നീങ്ങില്ല. ഞാനൊന്ന് പതുക്കെ നീക്കി. അതിന്റെ ഈ പാർക്കിംഗ് ബ്രേക്ക് ആ ഡോർ അടച്ചേരും. എന്നിട്ട് ആ സീറ്റ് ബെൽറ്റ് ഇട്ടോ മാം. ഞാനൊന്ന് ന്യൂട്രലാക്കിയേ ആക്കി. ഞാൻ ഇതിനെ വേണ്ട മാം, ആ സീറ്റ് ബെൽറ്റ് നിട്ടാ മതി. എന്ത് ചെയ്യണം? മുന്നോട്ട് നമുക്ക് പോകണമെന്ന് തോന്നിയാ മുന്നോട്ട് ചെറുതായിട്ടൊന്ന് എടുക്കുക. അതിനെന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ഇതിനെ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. എന്നിട്ട് ബ്രേക്കിൽ അമർത്തിയിട്ട് ന്യൂട്രലിൽ നിന്ന് മുന്നോട്ടാക്കണം. ഇന്റീരിയർ ആക്കിയിട്ട് ഞാന് പോരുത്. ഇനിയും ഉണ്ട്. ഇനി അതിനകത്തൊരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്. എന്തോ അത്? വാർണിംഗ് ലൈറ്റ്, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം. ഓഫായി. കണ്ടാ? അത് കണ്ടില്ല. ഇനി ബ്രേക്ക് ഒന്ന് ക്യുക്കായിട്ട് കാലെടുത്താൽ മാമിനെ കൊണ്ട് ഈ വണ്ടി ഒറ്റ ഓട്ടം ഓടും മുന്നിലേക്ക്. ഈവൻ ആക്സിലറേറ്ററിൽ ഓടും പോകും. അപ്പം ബ്രേക്ക് ഞാൻ എന്റെ കൺട്രോളിലായിരിക്കണം നീക്കേണ്ടത്. മാം ബ്രേക്ക് അടിച്ചു കൊടുക്കുന്ന അനുസരിച്ച് വണ്ടി മുന്നോട്ട് പോകാൻ. എനിക്ക് ക്ലാസ്സിൽ പിടികിട്ടുന്നെങ്കിലും എക്സ്പീരിയൻസിൽ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, സ്വിച്ച് ഇട്ട പോലെ മാറാവുന്നൊരു കാര്യമല്ലേ. ഓരോരുത്തർക്കും ഓരോ ക്യാച്ചിങ് പവർ ആണ്. ഇപ്പൊ മാം എന്നോട് പ്രായം പറഞ്ഞില്ലേ, പക്ഷെ ചിലപ്പോ മാം ക്യുക്കായിട്ട് മനസ്സിലാക്കിയെന്ന് വരും, ചിലപ്പോ മാമിന് ഇത് മനസ്സിലായില്ല എന്നും വരും. അത് ഓരോരുത്തരുടെ ക്യാച്ചിങ് പവർ അനുസരിച്ചിട്ടാണ്. നമുക്ക് അതൊന്നും ഒരാളെ സ്വിച്ചിട്ട പോലെ ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനേക്കാളും പ്രായം ഉണ്ടെങ്കിലും ചിലപ്പോൾ മെമ്മറി അവരുടെ ഷാർപ്പായിരിക്കും. പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യും. ഒരു ഐഡിയ കിട്ടിയാൽ അവർ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഒരു ഐഡിയ കിട്ടിയാലും ഇത് കൊണ്ടുപോകാൻ പറ്റാത്തവരും ഉണ്ട്. അവിടെയും പ്രായം കുറവാണെങ്കിലും ഇപ്പൊ ചെറുപ്പക്കാരനാണെങ്കിലും ശരി, അവനിത് ഉപയോഗിക്കാനായിട്ടൊരു ഇത് വരാത്ത ഒരാളുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഒരു യുക്തിയും ഐഡിയയുമാണ്. ഒന്നും നമുക്കിതിൽ കാണാപ്പാഠം പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം റോഡിലെ സാഹചര്യങ്ങൾ ഓരോ തവണയും ഓരോന്നാണ്. കോമൺ ആയിട്ട് വരുന്നത് മാത്രമേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇപ്പോ ഒരു ജംഗ്ഷൻ എങ്ങനെ തിരിയണമെന്നുള്ളത് കോമണാ, അത് കാണിച്ച. പക്ഷെ അപ്പോഴും സാഹചര്യം മാറും. ഇന്ന് തിരിഞ്ഞ പോലെ ആയിരിക്കില്ല നാളെ ആ ജംഗ്ഷനിൽ. ഇന്ന് ചിലപ്പോ ആരും ഇല്ലാഞ്ഞപ്പോഴായിരിക്കും നമ്മൾ ആ ജംഗ്ഷൻ തിരിഞ്ഞത് പഠിച്ചത്. സ്കൂൾ വിട്ട സമയമായിരിക്കും, ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, അപ്പുറം ഇപ്പുറം ആളുകളുണ്ടാവും, ട്രാഫിക് ജാം. നമുക്കൊന്ന് പതുക്കെ നനങ്ങി നോക്കാം. ആ ബ്രേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി നോക്കിയാൽ മുന്നോട്ട് തന്നെ നോക്ക്. വേണ്ട, അവിടെ തന്നെ അങ്ങനെ കാലെടുക്കരുത്. കാലെടുത്താൽ നീങ്ങും. ഞാന് ഇങ്ങനെ ഇരുന്നാലേ എന്താണോ കാണുന്നത് അത് കണ്ടാ എനിക്ക് അവിടെ ഒരു ചെടിയെ അതേ കാണാവുള്ളൂ. അപ്പൊ അത് വെച്ച് എനിക്കും അതേ കാണാവുള്ളൂ. ഉള്ളോ? ഇത്രയാ? അപ്പൊ മുന്നോട്ട് ഞാൻ ഇരിക്കണ്ടേ? വേണ്ട, എനിക്കും അത്രേ കാഴ്ചയുള്ളൂ. പിന്നെ എങ്ങനെയാ? അത് അഡ്വാൻസ് കണ്ടുവച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ പേടിക്കാതിരിക്കുന്നത്. ഇതിന്റെ മുന്നിൽ എന്തുണ്ട്, ആ ചെടി മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പേടിക്കാതിരിക്കുന്നത്. അതിന്റെ മുന്നിൽ ഒരു കല്ലുണ്ടായാലും ഏതിന്റെ മുന്നില? ഈ ചെടിയുടെ അതാ ആദ്യം കണ്ടുവയ്ക്കണം. അത് പോകുന്ന വഴിയില് എനിക്ക് നമ്മള് കണ്ടിട്ടല്ലേ മാം ഓടിച്ചെല്ലുന്നത്. അപ്പം ഞാൻ ഈ ഗേറ്റിലേക്ക് കയറി വന്നത് എങ്ങനെയാ? പുറത്ത് നിന്ന് മാം വന്ന് ഗേറ്റ് തുറന്നപ്പം ഞാൻ കണ്ടു ഈ വഴി എങ്ങനെയാന്ന് കണ്ടു. എന്നിട്ടാ ഞാൻ ഓടി വന്നത്. അല്ലാതെ ഞാൻ ഓടിച്ചോണ്ട് വരുമോ അതിനകത്തേക്ക്? കാരണം എനിക്കറിയില്ല ഇവിടെ എവിടെയാണ് വണ്ടി ഇടണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് കണ്ടിട്ടാ ഓടിച്ച അതിനകത്ത് കയറിയത്. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പക്ഷേ പറയുന്നത് അങ്ങനല്ല. എനിക്ക് ഈ സീറ്റിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റില് മുന്നിൽ ഇത്രയും കാണത്തുള്ളൂ. ആ ചെടി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ മാത്രമേ മാമിന് കിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ നേരെ ഇരിക്കാൻ ഒരിക്കലും ഇല്ല. നേരെ ഇരുന്നാൽ മാമിന് ഈ വണ്ടി തിരിക്കാനോ വളയ്ക്കാനോ ഒന്നിനും പറ്റില്ല. കാരണം സ്റ്റിയറിംഗ് ഇവിടെ വരും, നമ്മുടെ വയറിനടുത്ത് വരും സ്റ്റിയറിംഗ്. അപ്പൊ ഈ ഒരു അകലത്തിൽ ഇങ്ങനെ വേണം നമുക്ക് ഇരിക്കാൻ. മാം അത്രയും കണ്ടാ മതി. അത്രേ ഉള്ളൂ. പിന്നെ അവിടെ തൊട്ടുള്ള കാഴ്ചകളിലാണ് നമ്മൾ കൊണ്ടുപോകണം. കണ്ടു പോകണം. ഓക്കെ, അതെ.
മുന്നോട്ട് തന്നെ നോക്കിക്കോ. പതുക്കെ ഒന്ന് ബ്രേക്ക് ലൂസ് ചെയ്ത് നോക്കിക്കേ. മതി, അത്ര ടെൻഷൻ ആവണ്ട. പതുക്കെ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തേ. കണ്ട, ഇപ്പൊ മാം എങ്ങനെയാണോ അഴിച്ചു കൊടുത്തത് അതുപോലെ ബ്രേക്ക് ചെയ്യാവുള്ളൂ. മാം ഇപ്പൊ ഒറ്റ ചവിട്ട് കൊടുത്തോണ്ടാ പെട്ടെന്ന് നിന്നത്. പതുക്കെ ഒന്ന് ലൂസ് ചെയ്ത് നോക്കാം. ഒന്ന് നിർത്തി നോക്ക്. കണ്ട, ഒന്നുകൂടെ പതുക്കെ ഒന്ന് മുന്നോട്ട് നീങ്ങി നോക്ക്. കിട്ടിയാ? കിട്ടുന്നുണ്ടാ? ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങി നോക്ക്. വീണ്ടും പതുക്കെ മുന്നോട്ട് നീങ്ങി നോക്ക്. പതുക്കെ അനങ്ങി നോക്ക്. അനങ്ങി നോക്ക്. അനങ്ങി നോക്ക്. വീണ്ടും ഇപ്പൊ എനിക്ക് ആ ചെടിയുടെ കാഴ്ച മറഞ്ഞു. അതിനർത്ഥം നമ്മൾ അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോഴും ഈ വണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് എനിക്കറിയാം ഇതിന് എന്ത് മുൻവശം എന്തുമാത്രം നീളം ഉണ്ടെന്ന് എനിക്കറിയാം. അതെന്റെ കണക്കൂട്ടല്ല, അല്ലാതെ എനിക്ക് കാഴ്ചയൊന്നുമില്ല. എനിക്കറിയാം വണ്ടിക്ക് ഇത്രയും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. കുറച്ചുകൂടെ മുന്നോട്ടൊന്ന് പോട്ടെ. ഓക്കെ, ഒന്ന് ന്യൂട്രലാക്കിക്കേ മാം. ഓക്കെ, എപ്പം ന്യൂട്രലാക്കിയാലും ഈ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിക്കോണം. വണ്ടി നിർത്തുകയാണെങ്കിൽ ഇപ്പോഴല്ല, നമുക്കിനി പുറകോട്ട് പോകാനാ. പുറകോട്ട് പോകണമെങ്കിൽ സെയിം ബ്രേക്കിൽ കാലമർത്തിക്കൊണ്ട്. ബ്രേക്കാന്ന് പിന്നെ കാലെടുക്കരുത് ഒരിക്കലും. ഒന്നുകൂടെ ഞാൻ എന്റെ ഫിക്സ് ആക്കിക്കൊണ്ട് റിവേഴ്സിലിട്ടിട്ട്. അതില്ല, അത് ഞാൻ ഓഫ് ചെയ്തായിരുന്നു. ഓഫ് ചെയ്തു. റിവേഴ്സ് എടുക്കണമെങ്കിൽ ഇത് ഓൺ ആക്കണ്ട ആവശ്യം. അങ്ങനെയല്ല, ഇപ്പൊ ഓടിച്ചു വന്ന വണ്ടിയാണ് നമ്മളിത്. ഞാൻ മാമിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഓണാക്കി കാണിച്ചു തന്നെ. മാമിന് വഴിയില്ല, പുറകോട്ട് പോകണമെന്ന് തോന്നിയാൽ ഹാൻഡ് ബ്രേക്കിന്റെ ആവശ്യമില്ല. കാരണം മാം ഇവിടെ നിർത്തിയിട്ടിട്ട് പോകുകയല്ല വണ്ടി, ജസ്റ്റ് നിർത്തി പുറകോട്ട് പോകാൻ പോവാ. അപ്പൊ ന്യൂട്രലാക്കുക. മാമിന് ഏത് ഗിയർ വേണോ അതിലേക്ക് മാറുക. റിവേഴ്സിലും മുന്നോട്ടെടുക്കുന്നതിനും ഇതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഈ വണ്ടി എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടു. അതെ, പിന്നെ പാർക്ക് ചെയ്യുമ്പോഴേ മാം ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നുന്ന എപ്പോഴാണോ, അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് എപ്പോ കാലെടുക്കണമെന്നോ വിചാരിക്കുമ്പോ ഇത് ഓൺ ആക്കിക്കണം. ബ്രേക്കിൽ നിന്ന് കാലെടുക്കണമെന്ന് തോന്നുമ്പോൾ ഇത് ഓൺ ആക്കണം. പുറകിലൊരു വണ്ടി വന്നിപ്പോണ്ടല്ലോ, അത് റോയി വന്നതാ. കാലെടുക്കരുത്, നമ്മൾ റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നത്. വെറുതെ ഒന്ന് ആക്സിലേറ്ററിൽ ഒന്ന് കാല് വെച്ച് നോക്കി. നമുക്ക് എന്തുമാത്രം വേണ്ടി വരുന്നു തിരിച്ചറിയാനാ. അത്ര നമുക്ക് വേണം. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നതനുസരിച്ച് കൂടുതലാണെന്ന് അർത്ഥം. നമുക്കൊന്ന് ലൈറ്റ് ആയിട്ട് മതി അതേല്. കണ്ട, ഒന്നുകൂടെ ബ്രേക്കിലേക്ക് വന്ന് ആക്സിലേറ്ററിലേക്ക് ഒന്ന് മാറിക്ക. കിട്ടിയാ? നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം മാം? ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. ഇതിനെ ഞാൻ ആന്റീരിയറിലിടണം. പിന്നെ തിരിച്ചും ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ഡ്രൈവിംഗിൽ ഇട്ടിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യാം. അതിപ്പോ എങ്ങനെ പറയുന്നതനുസരിച്ച് നിർത്തി നോക്കിയാൽ അത്ര ചവിട്ട് അങ്ങനെ ചവിട്ടണ്ട. വണ്ടി പുതിയതായതുകൊണ്ട് കുത്തല് വരുന്നതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇത്ര നേരം വീട്ടിൽ നിന്നാണ് നീക്കിയത്. ഇപ്പൊ നമ്മളൊരു പബ്ലിക് റോഡില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അല്ലല്ല, റോഡിൽ ലൈൻ ഉണ്ട്. ജീവൻ ഇമ്പോർട്ടന്റ്. അതിനേക്കാൾ വലുതൊരു കാര്യമുണ്ട്, സിഗ്നൽ വേണം. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നു എന്ന് അറിയിക്കണ്ടേ അവര്? അറിയിക്കാനൊരു സിഗ്നൽ. അതേതാണ്? ഇത് വൈപ്പറും ഇത് അത് തന്നെ. ഞാൻ കുത്തി. അത് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റിക്ക്. താഴേക്ക് കണ്ട ഇൻഡിക്കേറ്റർ വീടുന്ന കണ്ട. ലെഫ്റ്റിലേക്ക് ഒന്ന് മാറി നോക്കിക്കേ. അത് ഓഫ്, ഇത് ലെഫ്റ്റ്. കണ്ട, ഓഫ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നടുക്ക്. കിട്ടിയാ? റൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് വേമിട്ടെ. ഇട്ടു. അത് തന്നെ. ഒന്ന് ഓഫ് ചെയ്തേ. റൈറ്റ് ഇൻഡിക്കേറ്റർ. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ. ഇനി റൈറ്റ് തിരിച്ചാൽ അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ആക്കുമ്പോ അത് ഓഫ് ആയിക്കോളും. കണ്ട, എങ്ങോട്ടെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാം തിരിച്ചാൽ ഓഫ് ചെയ്യേണ്ടി വരില്ല. ഇതിപ്പോ ഞാൻ ഇട്ടു, എന്നിട്ട് ഞാൻ അങ്ങ് തിരിക്കുമ്പോ അത് തന്നെ ഓഫ് ആയി. തിരിച്ചിട്ട് നേരെ ആക്കുമ്പോ കണ്ട ഓക്കെ ആണ്. ഇൻഡിക്കേറ്റർ റൈറ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ? കണ്ണാടി ബാക്ക് ഓക്കെ ആണോ?
പക്ഷെ നമ്മുടെ സൈഡിൽ ഒരാൾ വരുന്നുണ്ട്. അപ്പൊ ആള് വരുന്നില്ല. അപ്പൊ പതുക്കെ നമുക്ക് നീങ്ങാം. അപ്പൊ ഇനി നമുക്ക് മുന്നിലെ കാഴ്ചയാ വേണ്ടത്. വണ്ടി എങ്ങോട്ട് മാറ്റണം നോക്കിയാ മാം, നോക്കിയാ ഫ്രണ്ടിൽ എനിക്ക് റൈറ്റിലോട്ട് മാറ്റണം ഇതൊക്കെ. പതുക്കെ മൂവ് ചെയ്യട്ടെ. അപ്പൊ ഈ ബ്രേക്കിൽ തന്നെ മതി, ബ്രേക്കിൽ തന്നെ മൂവ് ചെയ്താൽ മതി, അത്രയും മതി. വണ്ടി റൈറ്റിലേക്ക് വരുന്ന കണ്ട അതുപോലെ സ്ട്രെയിറ്റ് ആക്കുക. കിട്ടിയാ? ഇപ്പൊ ഒരുപാട് നമ്മൾ റൈറ്റിലേക്ക് കയറി ചെന്ന് ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കുക. ഫ്രീ ആക്കി മാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ടേ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. ഓക്കെ, വണ്ടി ഒന്ന് സൈഡിലേക്ക് കൊണ്ടുവന്നേ. സൈഡിലോട്ട് സൈഡിലാവുന്ന കണ്ട അതിനനുസരിച്ച് ബ്രേക്ക് ചെയ്ത് വേണം നിർത്തിക്കുക നമ്മുടെ വണ്ടി. അത് തന്നെ, പെർഫെക്റ്റ്. കണ്ട എന്നിട്ട് റോഡിൽ വെച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ നിന്ന് പോവും. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും വാഹനം നിർത്തണം എന്ന് തോന്നിയാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡിലേക്ക് ഒതുക്കി വേണം വണ്ടി നിർത്താൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണമെങ്കിലോ ഞാൻ ഇൻഡിക്കേറ്റർ ആക്കേണ്ട ആവശ്യമില്ല. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ഇടണം. എന്നിട്ട് ഇത് ഒരുപാട് തിരിക്കണ്ട മാം, നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡിൽ കയറിയാൽ മതി. അപ്പോൾ അതെനിക്ക് കൺട്രോൾ ആകുന്നില്ലേ മാം? ഇപ്പൊ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങൾ ആലോചിക്കുന്നത്, അതൊന്നും വേണ്ട മാം. മുന്നിലെ കാഴ്ചയാണ് നമുക്ക് വേണ്ടത്. ബാക്കിൽ ആളുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് ആളില്ലാന്ന് ഉറപ്പ് വരുമ്പോഴാണ് നമ്മൾ നീങ്ങാൻ തുടങ്ങുന്നത്. പക്ഷെ ഒരു വണ്ടി അടുത്തോട്ട് വരാൻ തുടങ്ങുമ്പോൾ അവര് കൺട്രോൾ ഞാൻ പറഞ്ഞില്ലേ, അത് അവര് പോയിട്ട് മതി മാം. ഒരു ഡ്രൈവറെ പോലെ വേണ്ട നമുക്ക്. നമുക്ക് എല്ലാരും ഒഴിഞ്ഞിട്ട് സമയമെടുത്ത് പോയാൽ മതി. അങ്ങനെ ആകുമ്പോ പിന്നെ മുന്നിൽ നോക്കിയാൽ മതി. ബാക്കി നോക്കണം, ആളുണ്ടോ ഇല്ലയെന്ന് നോക്കി മാമിന് പോകാന്ന് ഉറപ്പ് വരുമ്പോ മുന്നിലേക്ക് നോക്കണം. പോകാവാ? അപ്പൊ പതുക്കെ മുൻവശം നോക്ക്. എന്നിട്ട് പതുക്കെ നീങ്ങി നോക്കി വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ പറ്റും. നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നില്ലേ, പിന്നെ തിരിക്കണ്ട, വന്നോളൂ. കണ്ട വരുമ്പോ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്ക്. ഇനി നമുക്ക് എന്തോ വേണ്ടത്? അപ്പൊ പതിയൊന്ന് ആക്സിലേറ്ററിൽ പോവാ. അത് തന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ഈ വിഷ്വലാണ് വേണ്ടത് വണ്ടി കൊണ്ടുപോകാൻ. നേരെ മുന്നിലെ കാഴ്ചയല്ല വേണ്ടത്. ഇങ്ങനെ ഒരു വിഷ്വല്ല നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഇടതുവശത്ത് സ്ഥലം കൂടുതലായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനർത്ഥം മാം വലത്തോട്ട് കയറി ഓടുക എന്നാ. കീപ്പ് ചെയ്ത് വേണം നമുക്ക് പോകാൻ. അതെ, ലെഫ്റ്റിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്ന് തോന്നി അതിനനുസരിച്ച് ഗ്യാപ്പ് എടുത്തോണം മാം. കൂളിംഗ് ഒരു സ്പീഡും കൂടെ വെച്ചാ നമ്മുടെ സാഹചര്യം എന്താണോ ആവശ്യപ്പെടുന്നത് മാം ഫ്രീ ആണ് വളരെ. എന്നോട് പറഞ്ഞ കഥയൊന്നും അല്ല കേട്ടാ. എന്നോട് പറഞ്ഞ ആളൊന്നും അല്ല. 20 കൊല്ലം എത്ര പറഞ്ഞ? 20 കൊല്ലമൊന്നും അല്ല മോളെ. 20 കൊല്ലമൊന്നും അല്ല. വെറുതെ എന്നെ പറ്റിച്ചതായിരുന്നു മാം. ഞാൻ വെറുതെ ഒന്ന് പറയാ. അങ്ങനെയല്ല, സ്പീഡൊന്നും വേണ്ട. ആക്സിലേറ്റർ ഒന്ന് കാല് മാറ്റി തരും. അപ്പൊ ഞാൻ മാമിനോട് പറയാ, മാം എനിക്കൊന്ന് നിർത്തണമെന്ന് പറയാ. അപ്പൊ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ എന്നിട്ട് എവിടെയാണ് സ്ഥലം ഉള്ളതെന്ന് നോക്കുക. ആ സ്ഥലത്തേക്ക് പതുക്കെ വണ്ടിയെ കൊണ്ടുവരണം. അതിനൊപ്പം പതുക്കെ ഇപ്പൊ നിർത്തരുത്, നടു റോഡിലായി പോകും നമ്മൾ. അങ്ങനെ സൈഡ് ഒതുക്കി അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോവാ. ഇപ്പോഴും നമ്മള് കോർണർ ചെയ്താ നിക്കുന്നത്. പകുതി സൈഡിലും പകുതി പുറത്തുമാ കിടക്കുന്നത്. ഇപ്പോഴും നമ്മുടെ വണ്ടി ചരിഞ്ഞാ നിക്കുന്നത്. ഇപ്പൊ മാം കൊണ്ടുവന്നത് വരെ ഓക്കെയാ, സൈഡിൽ കൊണ്ടുവന്നു വണ്ടി. ഇനി എന്ത് വേണ്ട, അതൊന്നും വേണ്ട. ഇപ്പം ഇനി എന്ത് ചെയ്യണോന്ന് ചോദിച്ചാൽ മതി. ഈ വണ്ടി നേരെയാണോ കിടക്കുന്നത്? അല്ല, എങ്ങോട്ട് തിരിച്ചാൽ നമുക്ക് നേരെയാക്കാൻ പറ്റും? ലെഫ്റ്റിലോട്ട് തിരിക്കണം, പക്ഷെ റയർ ഭാഗം തിരിയണം. അപ്പൊ എന്ത് ചെയ്യണം മാം? ഇപ്പൊ ഓൾറെഡി ലെഫ്റ്റിൽ കൊണ്ടുവന്നു. മാമിന് ഈ വണ്ടിയുടെ ലെങ്ത് അറിയില്ലാത്തത് കൊണ്ടാണ് മാം ഡൗട്ട് തോന്നി നിർത്തിയത്. ഇതിന് ഇച്ചിരി റൈറ്റിലോട്ട്. അപ്പൊ റൈറ്റിലേക്ക് നോക്ക്. മതി, ഒത്തിരി ഒന്നും വേണ്ട. അപ്പൊ എന്നിട്ട് ചെറുതായിട്ടൊന്ന് അനങ്ങി നോക്ക്. കണ്ടാ ബ്രേക്ക് മതി, നിക്കട്ടെ. ഐഡിയ ഒക്കെ ഉണ്ട് കയ്യില്. ആ ടയർ നേരെയാക്കിയിട്. നമ്മള് റൈറ്റിലേക്കാ തിരിച്ചത്. അപ്പൊ ടയർ റൈറ്റിലേക്ക് ഇരിക്കുക. ലെഫ്റ്റിലേക്ക് പോവാ. മതി.
ഓക്കെയാണ്. ഇതെല്ലാം എന്റെ മെമ്മറി കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെയാണ് ടയർ, അങ്ങനെയാണ് ടയർ എന്ന് പറയുന്നത്. മാം കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴാണ് മാമിന് തോന്നുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആണ്. പക്ഷെ മാമിന് നല്ല ഐഡിയ ഉണ്ട്. പോവാം നമുക്ക് വീണ്ടും. എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ഇൻഡിക്കേറ്റർ ഇട്ട് എന്നിട്ട് എന്ത് വേണം? ഞാൻ പുറകില് ആരെങ്കിലും ഉണ്ടോ നോക്കണം. പുറകിൽ നിന്ന് 2 സ്കൂട്ടർ വരുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട് നോക്കിക്കേ, ഫ്രണ്ടിൽ നോക്കിക്കേ, ഓപ്പൺ ആണ്. അപ്പൊ പുറകില് നോക്കി പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഓപ്പൺ ഏരിയയിലേക്ക് നമുക്ക് നീങ്ങാലോ. അങ്ങോട്ട് പതുക്കെ നീങ്ങ, അത്രേ ഉള്ളു. കണ്ട, നീങ്ങുന്ന അനുസരിച്ച് അവിടുന്ന് വണ്ടിയെ ഒഴിവാക്കി കൊണ്ടുപോയാ മതി. പതുക്കെ പതുക്കെ നീങ്ങിക്കോ, മതി. അതുപോലെ ലെവൽ മാം ബാക്കിലേക്കാ നോക്കുന്നത്. അല്ല, ഓട്ടോ നമ്മൾ റോഡേ കയറിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഓട്ടോയ്ക്ക് നമ്മൾ തടസ്സമാകുന്നത്? പോട്ടെ. വിചാരിച്ചാ ഇന്ന് തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലേ? ചെറിയൊരു അങ്ങനെയല്ല, എല്ലാ കാര്യം കൂടെ ചിന്തിക്കുന്നത്, അതാണ് പ്രശ്നം. കാരണം ഞാൻ സീറോയിൽ പോകുന്നേ. റോയിയോട് ഇത് പറഞ്ഞപ്പോ റീൽസ് കണ്ട് ഒക്കെ കൊറേ അങ്ങനെ തിയറി അറിയാം, പക്കായിട്ട് തിയറി കുറെ പഠിച്ചു വെച്ചു. അല്ലാതെ ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇത് പ്രാക്ടീസ് ഇല്ല. അതിന്റെ ഒരു ഇതുണ്ട്, പിന്നെ പ്രാർത്ഥനയുടെ ശക്തിയുണ്ട്. അതാ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ. പകുതി ദൈവവും പകുതി നമ്മളും. പിന്നെ കുറെ പേര് എനിക്ക് വേണ്ടി എനിക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തണം. എന്ത് ചെയ്യണം? ഞാന് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം. ഇട്ടില്ല, ഇട്ട് എന്നിട്ട് ഒരു സ്ഥലം ഫിക്സ് ചെയ്യും മാം, ഈ വണ്ടി നിർത്താൻ വേണ്ടിട്ട്. ബ്രേക്ക് ഫ്രീ ആക്കി ആള് വന്നോണ്ടേ എനിക്കൊരു ടെൻഷന്. അയാളെ കഴിഞ്ഞിട്ട് നിർത്തിയാ മതി. ഇനി ഇവിടെ നിർത്താൻ പറ്റുമോ? ഇത് പാലമല്ല മാം. അല്ലല്ലേ, ഞാൻ പാടം കണ്ടപ്പോ പാലമെന്ന് വിചാരിച്ചു. നിർത്തിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നിർത്തിയ ഇൻഡിക്കേറ്റർ തിരിച്ചു വന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്യണം. നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി ഗിയറിലാ കിടക്കുന്നത്, അതിനെ ന്യൂട്രലിലേക്ക് മാറ്റണം. അതായത് അറിയാതെ കാല് ലൂസാക്കിയ വണ്ടി നീങ്ങാതിരിക്കാനാ. ഇനി മാമിന് കാല് ബ്രേക്ക് എടുക്കണമെന്ന് തോന്നിയാലോ, ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇട്. അത് തന്നെ മാം, ഇത് മാത്രം ശീലമാക്കിക്കോണം. വണ്ടി നിർത്തിയ ഉടനെ ഇനി അത് ഹാൻഡ് ബ്രേക്ക് എന്ന് തന്നെ പറയണം, ഇതൊന്നും പറയരുത്. ന്യൂട്രലാക്കുക, ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കി കൊടുക്കുക. കിട്ടിയാ? വീണ്ടും എനിക്ക് പോകണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം?